മുന്നണി നയിക്കുന്ന CPM ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്, പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അതിൽ കാര്യമായ പരിഗണന നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ രാജ്യസഭാ സീറ്റായിട്ടാണ് LDF വന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മുന്നണി കെട്ടുറപ്പുണ്ടാകുന്നത് എങ്ങനെ പറയാൻ സാധിക്കുക? മറ്റുള്ള ഘടകകക്ഷികളും ഈ LDF കക്ഷികളല്ലേ. നാലാമത്തെ കക്ഷിയാണ് RJD. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാലാമത്തെ കക്ഷിയാണ് ഞങ്ങൾ. അങ്ങനെ ഇരിക്കെ ഇത്തവണ വന്നപ്പോൾ CPM അങ്ങനെ വിട്ടുവീഴ്ച വെച്ചാൽ CPI അതിന് തയ്യാറായില്ല. ഞങ്ങളുടെ സീറ്റാണ് 2022 CPI എടുത്തത്. 2024 ആ സീറ്റ് ഞങ്ങൾക്ക് തരേണ്ട മാന്യത അവർ കാണിക്കണമായിരുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് എല്ലാ കക്ഷികളെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രത്യേക പരിഗണന മാത്രം ചില ആൾക്കാർക്ക് ലഭിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് RJD. അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിൽ പ്രവർത്തകർ നിരാശരാണ്. കേന്ദ്രത്തിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്നവർ LDF മന്ത്രിസഭയിൽ തുടരുന്നതിൽ ആർക്കും പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് RJDയോട് മാത്രം അവഗണനയെന്നും സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ്കുമാർ ചോദിച്ചു. പക്ഷേ ഈ അവഗണന മാറ്റി ഞങ്ങൾക്ക് അനർഹമായ ഒരു കാര്യം ഞങ്ങൾ ചോദിക്കുന്നില്ല. ഓരോ പാർട്ടികളുടെയും ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി മനസ്സിലാക്കട്ടെ. അതനുസരിച്ചിട്ടുള്ള അംഗീകാരം ഞങ്ങൾക്ക് നൽകണം. പലതവണ ആവർത്തിച്ചു, പലതവണ കത്ത് നൽകി, 2 തവണ ഉപേക്ഷ ചർച്ച നടത്തി. എന്നിട്ട് പോലും ആ കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ അവഗണന അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. രാഹുൽ KV ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, NDA സർക്കാരിൻ്റെ BJP സർക്കാരിൽ ഭാഗമായ പാർട്ടിക്ക് പോലും കേരളത്തിൽ മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുമ്പോൾ RJD ഒഴിവാക്കപ്പെടുന്നു എന്ന ഗൗരവതരമായ വിമർശനമാണല്ലോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യസഭാ സീറ്റിലെ ഉൾപ്പെടെ ഈ ഒഴിവാക്കലിൽ ഇനി പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രതീഷ്, RJD LDF തന്നെ തുടരും, അതിൽ യാതൊരു ചർച്ചയും ഇല്ല. കാരണം മുന്നണിയുടെ 4ാമത്തെ വലിയ പാർട്ടിയാണ് RJD മുന്നണിയിൽ. അപ്പോൾ ആ വിധത്തിൽ തന്നെ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന നിലപാട് RJD തുടരും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുന്നത്. പക്ഷേ മുന്നണിയിൽ നിന്ന് തുടർച്ചയായി അവഗണനയാണ് തുടരുന്നത്. അതിൽ കടുത്ത അതൃപ്തി നേതൃത്വത്തിനുണ്ട്, പ്രവർത്തകർക്കിടയിലുമുണ്ട്. ഒരു ഘട്ടത്തിൽ എന്തിന് LDF തുടരുന്നു എന്ന ചോദ്യം പ്രവർത്തകർ ചോദിച്ചു തുടങ്ങി എന്നുകൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. 2 കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. രാജ്യസഭാ സീറ്റാണ്, ഒപ്പം മന്ത്രിസ്ഥാനമാണ്. മുൻപ് RJD വിട്ടു നൽകിയ രാജ്യസഭാ സീറ്റാണ് CPIക്ക്. പക്ഷേ അത് RJDക്ക് തിരിച്ചു നൽകുന്ന കാര്യത്തിൽ CPI കടുത്ത മര്യാദകേട് കാണിച്ചു എന്നാണ് RJD തുറന്നടിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിസ്ഥാനമാണ്. INL-നടക്കം മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നതാണ്. പക്ഷേ RJDക്ക് ആ വിധത്തിലൊരു പരിഗണന LDF ലഭ്യമായിട്ടില്ല എന്നതാണ്. എന്തായാലും ആലത്തൂരിൽ നിന്ന് K രാധാകൃഷ്ണൻ MPയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രിസഭയിൽ മാറ്റം വരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായും പരിഗണിക്കണം എന്നൊരാവശ്യമാണ് RJD മുന്നോട്ട് വയ്ക്കുന്നത്. അത് LDF വീണ്ടും ഉന്നയിക്കും എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ, രാജ്യസഭാ സീറ്റ് അതുപോലെ മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യമാണ് RJD മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ JDS-നെതിരെ കടുത്ത വിമർശനം കൂടി ഉന്നയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ JDS-യുമായുള്ള ലയനത്തിന് മുൻകൈയെടുത്തിരുന്നു MV ശ്രേയംസ്കുമാർ അടക്കം. ആ ലയനം നടക്കാതിരുന്നത് ഏതായാലും ഭാഗ്യമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടി സംസ്ഥാനത്തെ LDF തന്നെ തുടരുന്നു. JDS-ന് ആ വിധത്തിലുള്ള പരിഗണന നൽകുന്നുണ്ട്. പക്ഷേ RJD-യോട് എന്തുകൊണ്ട് ഈ വിധത്തിൽ അവഗണന തുടർന്നു പോകുന്നു എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്.